നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിൽ. കത്തോലിക്ക സഭയുടെ 266 പോപ്പായി സ്ഥാനമേറ്റത് 2013 മാർച്ച് 19. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നായിരുന്നു സ്ഥാനമേൽക്കൽ. കർദിനാൾ ബെർഗോളിയോ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം. ജനനം 1936 ഡിസംബർ 17. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പോപ്പ് പദവിയിലെത്തിയ ആദ്യ വ്യക്തി. ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യ പോപ്പ് എന്ന ബഹുമതിക്കും അർഹൻ. വൈദിക പട്ടം സ്വീകരിച്ചത് 1969 ഡിസംബർ 13. കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് 2001 ഫെബ്രുവരിയിൽ അന്നത്തെ മാർപ്പാപ്പ ജോൺ പോൾ II. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി, മാർപ്പാപ്പയുടെ ഓർമ്മ പുസ്തകം. തീവ്ര രോഗത്തിന്റെ അസ്വസ്ഥതകൾക്കിടയിലും ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾക്ക് ദർശനം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാനിലെ കാസ സാന്ത മാൾട്ട എന്ന വസതിയിൽ വെച്ച് അന്ത്യം. ലോകത്തെ അറിയിച്ചത് കർദിനാൾ കെവിൻ ഫാരൽ. നിത്യതയിൽ അമർന്നത് ലളിതമായ ജീവിതത്തിലൂടെ ലോകത്തിന് വലിയ സന്ദേശം നൽകിയ മാർപ്പാപ്പ പെസഹ വ്യാഴദിനത്തിൽ ഇറ്റലിയിലെ ജനസാന്ദ്രതയേറിയ റോമിലെ റെജീന ചേലി ജയിൽ സന്ദർശിച്ചു. ഭാരതത്തെ ഏറെ സ്നേഹിച്ചിരുന്ന മാർപ്പാപ്പമാരിൽ പ്രധാനി മടക്കം ഇന്ത്യ സന്ദർശിക്കണമെന്ന ആഗ്രഹം ബാക്കിയാക്കി. റഷ്യയിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ ഭരണാധികാരികൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് തെക്കുംകര കുത്തുപാറ സ്വദേശി ജെയിൻ കുര്യന്റെ വീഡിയോ സന്ദേശം. റഷ്യൻ കൂലിപ്പട്ടാളവുമായി തന്റെ കരാർ അവസാനിച്ചിട്ടും സൈനിക കേന്ദ്രത്തിലേക്ക് തന്നെ മാറ്റാൻ ശ്രമമെന്ന് ജെയിൻ. ഒരു പരിശീലനവും നൽകാതെ യുദ്ധമുഖത്തേക്ക് തള്ളിവിടുന്നതായും കുറ്റപ്പെടുത്തൽ. തന്റെ ജീവൻ അപകടത്തിലാണെന്നും ജെയിൻ വീഡിയോയിൽ. പ്രശ്നത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അവിവാഹിതയായ 22-കാരിയുടെ പ്രസവം. വയറുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി ജന്മം നൽകിയത് പൂർണ്ണ വളർച്ചയെത്തിയ ആൺകുട്ടിക്ക്. ഗർഭിണിയായ വിവരം 9 മാസക്കാലം വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചു. ചൊവ്വാഴ്ച യുവതിയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ആൺകുഞ്ഞിനെ തൃശൂർ ജനറൽ ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ കിടത്തുമെന്ന് റിപ്പോർട്ട്. SNDP യോഗം തലപ്പള്ളി യൂണിയൻ പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ശതാബ്ദി ആഘോഷ നിറവിൽ. SNDPയുടെ കരുത്തും സംഘശക്തിയും വിളിച്ചോതി വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം. കുമ്പളങ്ങാട് ശക്തി പ്രകടനം പൊതുസമ്മേളനം SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് സ്നേഹ കൂടാരം ഒരുക്കുന്ന ദശദിന ക്യാമ്പിന് മികവിന്റെ മേളനമൊരുക്കി തുടക്കം. ലഹരിക്കെതിരെ പോരാട്ടവുമായി ക്യാമ്പ്. വടക്കാഞ്ചേരി SI PV സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ ശ്രീ ശുഖീയം ആവാസീയ ശ്രീമദ് ഭാഗവത സംസ്കൃത ഭഗവത്ഗീത യോഗ പരിചയ ശിബിരം. ഓട്ടൻതുള്ളലിന്റെ ചരിത്രവും സൗന്ദര്യവും നൽകി പകർനാട്ടം. സംസ്ഥാനത്ത് വരുന്ന 5 ദിനം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒരു ജില്ലയിലും ജാഗ്രതാ മുന്നറിയിപ്പില്ല. പകൽ സമയങ്ങളിൽ താപനിലയും ഉയരുന്നു. കടുത്ത ചൂടിൽ വലഞ്ഞ് ജനം.
കാലവർഷം ഇത്തവണ അതിശക്തമാകുമെന്ന് റിപ്പോർട്ട്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ചപ്പാറയിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിട നിർമ്മാണ പ്രവർത്തനം ഹൈക്കോടതി വിലക്കിയിട്ടും നിർമ്മാണം തുടരുന്നതായി ആരോപണം. അസംസ്കൃത വസ്തുക്കൾ വാഹനങ്ങളിൽ എത്തിക്കുന്നതായി യൂത്ത് കോൺഗ്രസ്. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സംഘടന. കോടതി ലക്ഷ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപനം. വടക്കാഞ്ചേരിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കുന്നത്തുള്ളി പ്രഭാകരനെ 80ന്റെ നിറവ്. അശീതിയിൽ പ്രഭാകരനെ വസതിയിലെത്തി ആദരിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി. DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ അപേക്ഷിച്ച് കേരളത്തിൽ മദ്യക്കടകളുടെ അനുപാതം വളരെ കുറവെന്ന് പഠന റിപ്പോർട്ട്. ഇന്ത്യയിലാകമാനം 1 ലക്ഷം ഉപഭോക്താക്കൾക്ക് 5 വീതം മദ്യക്കടകൾ. സംസ്ഥാനത്താകെ 326 മദ്യശാലകൾ മാത്രം. 278 എണ്ണം ബിവറേജസ് കോർപ്പറേഷന്റെയും 48 എണ്ണം കൺസ്യൂമർ ഫെഡിന്റെയും നിയന്ത്രണത്തിൽ. കൂടുതൽ മദ്യശാലകൾ തുറക്കാൻ ബിവറേജസ് കോർപ്പറേഷൻ നീക്കം. നികുതി പിരിവിൽ തൃശൂരിന് മിന്നും നേട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2024-25 വർഷത്തിലെ നികുതി പിരിവിൽ 86 പഞ്ചായത്തുകളിൽ 82ലും 100% പിരിവ്. നഗരസഭകളുടെ വരുമാനത്തിലും വൻ വർധന. 11 വാർഡുകളിൽ പിരിവ് 100%. കെ സ്മാർട്ട് വഴി ഏപ്രിൽ 30-നുള്ളിൽ നികുതി അടച്ചാൽ 5% ഇളവ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഭൂമിയും വീടും ആവശ്യമുള്ളവരെ കണ്ടെത്താൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം നടന്നു.